വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ പഞ്ചറായി കഴിഞ്ഞാൽ നമ്മളെങ്ങനെ മനസ്സിലാക്കുക? സാധാരണ ഏതെങ്കിലും ബാക്കിൽ കൂടി വരുന്ന വണ്ടിക്കാരൊന്ന് പറയണം, അല്ലെങ്കിൽ ഇതുപോലെ വണ്ടിയിൽ പ്രഷർ മെൻഷൻ ചെയ്യണം. ഇതിലേക്ക് വരുന്ന വഴിക്ക് GMCൻ്റെ ലെഫ്റ്റ് സൈഡിൽ പ്രഷർ 148 കാണാം, ബാക്കിയൊക്കെ 264. അപ്പോൾ ആ പ്രഷർ ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് 200ആയിരുന്നു, 152ആയി, 148ആയി, അങ്ങനെ അത് കുറഞ്ഞു വന്നു. അപ്പോൾ അത് പഞ്ചറാണെന്ന് മനസ്സിലായി. അപ്പോൾ എത്രയും പെട്ടെന്ന് അടുത്തുള്ള ഏതെങ്കിലും ഒരു പഞ്ചർ കടയിൽ കാണിക്കണമല്ലോ. മിക്കവാറും ഇവിടെ എല്ലാ പമ്പുകളിലും ടയറിൻ്റെ ഷോപ്പുകൾ അല്ലെങ്കിൽ പഞ്ചർ അടയ്ക്കുന്ന ഷോപ്പുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ നേരെ അവിടെ കൊണ്ടുപോയി കയറ്റി. അപ്പം നോക്കിയപ്പോൾ തന്നെ ഒരു ആണി കയറിയതാണ്. അയാൾ പറഞ്ഞു ടയർ ഊരി ഉള്ളിൽ നിന്ന് പഞ്ചർ അടയ്ക്കണം, എന്നാലേ നിൽക്കുള്ളൂ, വലിയ ആണിയാണെന്നൊക്കെ. അപ്പോൾ വണ്ടി സൈഡിലേക്ക് നിർത്താൻ പറഞ്ഞു. നമ്മൾ ഇറങ്ങി നോക്കിയിട്ട് പറഞ്ഞു ആണി ചെറുതാണ്, അതിങ്ങോട്ട് എടുത്ത് പഞ്ചർ അടിച്ചു തന്നാൽ മതി, അതാകുമ്പോൾ എളുപ്പം പരിപാടിയും ചെയ്യുമല്ലോ. അങ്ങനെ നേരെ ജാക്കിൻ്റെ മുകളിൽ കയറ്റി വണ്ടി പൊക്കി കുറച്ച് ഇങ്ങോട്ട് തിരിച്ച് നോക്കിയപ്പോൾ കണ്ടു ആണി അത്യാവശ്യം മുകളിൽ കുറച്ച് പരന്നതാണെങ്കിൽ ഉള്ളോട്ട് അധികമൊന്നുമില്ല. മൂപ്പര് പിന്നെ അവിടെ കുത്തിരുന്ന് ടയർ ഊരണം, അല്ലാതെ അത് നിൽക്കുമല്ലോ, അങ്ങനെയെന്നൊക്കെ പറഞ്ഞുകൊടുക്കുകയാണ്. അത് അടവാണെന്ന് മനസ്സിലായി. അപ്പം നമ്മൾ പറഞ്ഞ് തൽക്കാലം പ്ലെയർ എടുത്ത് അതൊന്ന് ഊരി നോക്കി. വലിയ ഓട്ടാണെങ്കിൽ ഊരാ, ചെറുതാണെങ്കിൽ അവിടെ നിന്ന് അടച്ചാൽ മതിയല്ലോ. അങ്ങനെ ഒരു പ്ലെയർ എടുത്ത് അങ്ങോട്ട് ഊരിയപ്പം കാറ്റിങ്ങനെ അങ്ങോട്ട് പോരുന്നുണ്ട്. സംഭവം ചെറിയൊരു ആണിയായിരുന്നു. അങ്ങനെ പുറത്തുകൂടെ തന്നെ പഞ്ചർ അടിച്ചാൽ മതി പറഞ്ഞിട്ട് ഇപ്പോൾ മറ്റേ സാധനം ഇട്ട് കുത്തി പഞ്ചർ അടിക്കാൻ പോവാം. അതിട്ട് അയാൾ പറഞ്ഞ് അങ്ങനെ നിൽക്കൂല, ആവില്ല എന്നൊക്കെ പറഞ്ഞ് ഇട്ട് കുത്തി നോക്കുമ്പം പഞ്ചറൊക്കെ നിന്ന് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ മതി എന്ന് പറഞ്ഞിട്ട് കാറ്റടിച്ചു. കാറ്റടിക്കുന്ന സമയത്ത് നമ്മൾ ഉള്ളിൽ നോക്കിക്കഴിഞ്ഞാൽ പറയാം നേരത്തെ കുറഞ്ഞ പ്രഷർ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കാം. കുറഞ്ഞ 112 എത്തിയിരുന്നു. അതങ്ങനെ കൂടി 152, 172, 200 കഴിഞ്ഞു. അപ്പോൾ സേഫാണ്. അതുപോലെ 264ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. അപ്പോൾ അതിലേക്ക് തന്നെ ആക്കിയിട്ട് നമുക്ക് പോകാം. അപ്പോൾ ഇതുപോലുള്ള സംവിധാനങ്ങളൊക്കെ വണ്ടിയിലുണ്ടെങ്കിൽ സുഖമാണ്. പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും പഞ്ചറായോ ഇല്ല എന്നുള്ളത്. അല്ലെങ്കിൽ വേറെ വണ്ടിക്കാർ പറയുന്നത് കാത്തിരിക്കണം. അതല്ലെങ്കിൽ നല്ലൊരു എക്സ്പേർട്ട് ഡ്രൈവറാണ്, എന്നാലേ മനസ്സിലാവുള്ളൂ.